നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാർട്ടിക്ക് പിന്തുണയുമായി പാലക്കാട്ട് മുന്നോട്ട്. നീറ്റ് CBSE ക്രമക്കേടിലൂടെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും നേതാക്കൾ. ഭാരതത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെയും മുതിർന്നവരുടെയും രോഷം പ്രകടിപ്പിക്കാനുള്ള വേദിയായി മാറിയിരിക്കുകയാണ് CJP എന്നും പാലക്കാട് മുന്നോട്ട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അൻവറുദ്ദീൻ. NCP സെക്യുലർ സംസ്ഥാന നിർവാഹക സമിതി അംഗം മോഹൻ തോമസ് ഉൾപ്പെടെ 38ഓളം ഭാരവാഹികൾ NCPയിൽ നിന്നും രാജിവെച്ചു. സ്വതവേ ദുർബലമായ പാർട്ടിയിലെ ഗ്രൂപ്പിസം പാർട്ടിയെ ഇല്ലാതാക്കുന്ന സ്ഥിതിയാണെന്ന് മോഹൻ തോമസ്. പാർട്ടിയേക്കാൾ വ്യക്തി താൽപര്യമാണ് നടക്കുന്നതെന്നും വ്യക്തി താൽപര്യത്തിനപ്പുറം പാർട്ടി താൽപര്യത്തിൽ പ്രവർത്തിക്കുന്നവരെ ഇല്ലാത്ത കാരണങ്ങളിലുണ്ടാക്കി പാർട്ടി പുറത്താക്കുകയാണെന്നും മോഹൻ തോമസ്. തൃശൂർ മണലൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണ യുവാവിന് ദാരുണാന്ത്യം. മണലൂർ സ്വദേശി 27 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ഇവർ താമസിക്കുന്ന ഓഡിറ്റ് വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരം വീഴുകയായിരുന്നു. സംഭവം ഇന്നു രാവിലെ. ഓപ്പറേഷൻ തൂഫാൻ. വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തിയ പ്രതി പിടിയിൽ. മങ്കര കാരോട് പറമ്പ് അബ്ദുൾ റഹ്മാന്റെ മകൻ ആസാദാണ് പോലീസ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. പാർട്ടിക്ക് പിന്തുണയുമായി പാലക്കാട്ട് മുന്നോട്ട്. നീറ്റ് CBSE ക്രമക്കേടിലൂടെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പാലക്കാട്ട് മുന്നോട്ട് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഭാരതത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെയും മുതിർന്നവരുടെയും രോഷം പ്രകടിപ്പിക്കാനുള്ള വേദിയായി മാറിയിരിക്കുകയാണ് CJP എന്നും പാലക്കാട്ട് മുന്നോട്ട് പ്രസിഡന്റ് ഡോക്ടർ അൻവറുദ്ദീൻ പറഞ്ഞു. ഇതേ ആവശ്യം ഉന്നയിച്ച് ന്യൂഡൽഹിയിൽ ജന്തർ മന്ദറിൽ ധർണയിരിക്കുന്ന പാർട്ടി ജനതാ പാർട്ടിക്ക് പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ തൊഴിൽ രഹിതരായ യുവാക്കളെ പാർട്ടികളോട് ഉപമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അവഹേളിച്ചതിന്റെ പ്രതിഷേധമെന്ന നിലയിലാണ് പാർട്ടി ജനതാ പാർട്ടി ഉദയം കൊണ്ടത്. ഇന്ന് ഭാരതത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെയും മുതിർന്നവരുടെയും രോഷം പ്രകടിപ്പിക്കാനുള്ള വേദിയായിരിക്കുകയാണെന്നും CJP എന്ന് പാലക്കാട് മുന്നോട്ട് പ്രസിഡന്റ് ഡോക്ടർ അൻവറുദ്ദീൻ പറഞ്ഞു. രണ്ട് സംഭവങ്ങളാണ് നീറ്റ് പരീക്ഷയും CBSE പരീക്ഷയും അവതാളത്തിലായത്. ലക്ഷക്കണക്കിനായ വിദ്യാർത്ഥികളുടെ ഭാവി ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിരിക്കുകയാണ്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന BJP ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഇതിന് കാരണക്കാരനായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് ഇന്ന് ധർണയിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്കും ഞങ്ങൾ അഭിവാദ്യം അർപ്പിക്കുക. M ഉണ്ണികൃഷ്ണൻ, P വിജയൻ, AH അബ്ദുള്ള ജലീൽ, പത്മാവതി, N ഷബീന, K മണി, C ഉണ്ണികൃഷ്ണൻ, P ജയരാമൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. NCP സെക്യുലർ സംസ്ഥാന നിർവാഹക സമിതി അംഗം മോഹൻ തോമസ് ഉൾപ്പെടെ 38ഓളം ഭാരവാഹികൾ പാലക്കാട് NCPയിൽ നിന്നും രാജിവെച്ചു. സ്വതവേ ദുർബലമായ പാർട്ടിയിലെ ഗ്രൂപ്പിസം പാർട്ടിയെ ഇല്ലാതാക്കിയ സ്ഥിതിയാണെന്ന് മോഹൻ തോമസ് പറഞ്ഞു. പാർട്ടിയേക്കാൾ വ്യക്തി താൽപര്യമാണ് നടപ്പിലാക്കുന്നതെന്നും വ്യക്തി താൽപര്യത്തിനപ്പുറം പാർട്ടി താൽപര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഇല്ലാത്ത കാരണങ്ങളുണ്ടാക്കി പാർട്ടി പുറത്താക്കുകയാണെന്നും മോഹൻ തോമസ് പറഞ്ഞു. സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഗ്രൂപ്പിസം ശക്തമായാണ് താഴെത്തട്ടിൽ നടക്കുന്നത്. പാർട്ടിയേക്കാൾ വ്യക്തി താൽപര്യമാണ് നടക്കുന്നത്. വ്യക്തി താൽപര്യത്തിനപ്പുറം പാർട്ടി താൽപര്യത്തിൽ പ്രവർത്തിക്കുന്നവരെ ഇല്ലാത്ത കാരണങ്ങളുണ്ടാക്കി പുറത്താക്കുകയാണ്. തന്നെ ജില്ലാ പ്രസിഡന്റായി നിയമിച്ചെങ്കിലും ഗ്രൂപ്പ് താൽപര്യത്തിന്റെ പുറത്ത് 28 ദിവസം കൊണ്ട് പുറത്താക്കി. പാലക്കാട് ഗ്രൂപ്പുകളുടെ പേരിൽ പാർട്ടി ഓഫീസ് പോലും നഷ്ടമാവുന്ന സ്ഥിതിയുണ്ടായി. ചിറ്റൂർ, തരൂർ മണ്ഡലം കമ്മിറ്റികളുടെ പൂർണ്ണ പിന്തുണയും മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള ശക്തമായ പിന്തുണയുമുണ്ട്. ഈ മാസം അവസാനം ചേരുന്ന കൺവെൻഷനിൽ ഭാവി കാര്യം തീരുമാനിക്കുമെന്നും മോഹൻ തോമസ് പറഞ്ഞു. ഒറ്റപ്പാലത്തുന്നതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർ എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളൊരു വലിയ കൺവെൻഷൻ അടുത്ത് തന്നെ വിളിക്കുന്നുണ്ട്. 500ഓളം പേര് നമ്മളുടെ കൂടെ വിളിക്കുന്നു. അതായത് ജില്ലയിലെ സാധാരണക്കാരായ മുഴുവൻ പ്രവർത്തകരും വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ ഒരു നല്ല രീതിയിലുള്ള സുഗമമായ ഒരു യാത്രയല്ല NCP സംസ്ഥാന ഘടകത്തിലും അതുപോലെ തന്നെ പാലക്കാടും സംഭവിച്ചിരിക്കുന്നു. പാലക്കാട് ഇപ്പോൾ പാർട്ടി ഓഫീസ് പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. പാർട്ടി ഓഫീസ് കൊടുത്തു, അതിനകത്ത് കസേരകളും അലമാരകളും അടക്കം കൊണ്ടുപോയ സ്ഥിതി വളരെ ലജ്ജാകരമായ സ്ഥിതിയാണ്. NCPSന്റെ മറ്റു ഭാരവാഹികളായ KM ഖാദർ, മരുതൻ, ജലീൽ നവോദയ, നാസറിയ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ മണലൂരിൽ വീടിന് മുകളിൽ മരം വീണ യുവാവിന് ദാരുണാന്ത്യം. മണലൂർ സ്വദേശി 27 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ഇന്നു രാവിലെയായിരുന്നു സംഭവം. ഇവർ താമസിക്കുന്ന ഓഡിറ്റ് വീടിന് മുകളിലേക്ക്
ചാഞ്ഞു നിന്നിരുന്ന മരം വീഴുകയായിരുന്നു. ഇവർ താമസിക്കുന്ന ഓടിട്ട വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. വിഷ്ണു കിടന്നിരുന്ന മുറിക്ക് മുകളിലേക്കാണ് മരം വീണത്. പോലീസും ഫയർഫോഴ്സും എത്തി മരം മുറിച്ചു മാറ്റിയാണ് വിഷ്ണുവിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തിയ പ്രതി പിടിയിൽ. മങ്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാരോട് പറമ്പ് അബ്ദുൾ റഹ്മാന്റെ മകൻ ആസാദാണ് പോലീസ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായിരുന്നു പോലീസ് പരിശോധന. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മയക്കുമരുന്ന് ലഹരിക്കെതിരെയുള്ള വേട്ടയുടെ ഭാഗമായി നടത്തുന്ന രഹസ്യ നിരീക്ഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. മങ്കര എസ്.ഐ. പൗലോസ്, എസ്.ഐമാരായ സഹീദ്, എ.എസ്.ഐ. ഷിജിത്ത്, CPO അബ്ദുൾ ഹക്കീം, സ്പെഷ്യൽ ബ്രാഞ്ച് എസ്.ഐ. CR സുരേഷ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാനത്ത് ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ കോൾപടവുകളിൽ നടത്തിയ ഉഴുന്നുപരിപ്പ് കൃഷിക്ക് വൻ വിജയം. തൃശൂരിലെ മുണ്ടൂർ, പേരാമംഗലം എന്നിവിടങ്ങളിലാണ് ഇടവിളയായി പരീക്ഷിച്ച ഉഴുന്നുപരിപ്പ് കൃഷി വിജയം കണ്ടത്. മുണ്ടൂർ താഴം കോൾപടവിലും പേരാമംഗലം കറുവ കോൾപടവിലുമായിരുന്നു കൃഷി. 2012 ഏക്കറിലാണ് ജൈവ കൃഷി രീതിയിൽ 100-ലധികം കർഷകർ വിത്തിറക്കിയത്. നെൽകൃഷിക്ക് ശേഷം തരിച്ചു കിടക്കുന്ന ഭൂമി ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി. 45 ദിവസം കൊണ്ട് പയറും 60 ദിവസം കൊണ്ട് ഉഴുന്നും വിളവെടുക്കാൻ കഴിയും എന്നതായിരുന്നു ഇടവിള കൃഷിയുടെ നേട്ടം. ഞങ്ങൾ ഒത്തിരി വർഷങ്ങളായി ഈ കോൾപ്പാടത്ത് ഞങ്ങൾ നെൽകൃഷി ചെയ്തു വരുന്നവരാണ്. ഇതിൽ ഡബിൾ ക്രോപ്പ് എന്നുള്ള നെൽകൃഷി 2 തവണ ചെയ്തു നോക്കി. അത് ഫെയിലായി. കാരണം ഞങ്ങൾക്ക് ജലത്തിന്റെ നല്ല ദൗർലഭ്യം. ഇത് ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം വിട്ടിട്ട് വേണം 56 കിലോമീറ്ററോളം താണ്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ ജലസേചന സൗകര്യം സുഗമപ്രദമാക്കാൻ. അപ്പോൾ അതിൽ ഞങ്ങൾ വിജയിച്ചില്ല. തുടർന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ആശയം മാധ്യമത്തിലൂടെ അറിയുകയും അതിനെപ്പറ്റി അന്വേഷിക്കുകയും അതിന് ഞങ്ങൾക്ക് NCCF, അതുപോലെ തന്നെ ഇസാഫ് കോഓപ്പറേറ്റീവ്, പിന്നെ ഞങ്ങളുടെ സർവീസ് സഹകരണ സംഘം, കസ്റ്റഡിയനാണ് അവർ. അതേപോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഇതിനും നാട്ടുകാരും എല്ലാവരും ഫുൾ സപ്പോർട്ട് നൽകുകയും. കൈപ്പറമ്പ് പഞ്ചായത്ത്, ഇസാഫ് കോഓപ്പറേറ്റീവ്, മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക്, കൃഷി വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. ദേശീയ സഹകരണ ഉപഭോക്തൃ ഫെഡറേഷൻ വിത്തിന് 50% സബ്സിഡി നൽകി. വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും നടന്നു. ആലത്തൂർ ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമായ G. പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് A. സതീഷ് അധ്യക്ഷത വഹിച്ചു. യുവ കർഷകൻ ഷിബു വൃക്ഷപരിപാലനം വിശദീകരിച്ചു. കോട്ടായി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബഷീർ, ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി വിനീഷ്, അഡ്വക്കേറ്റ് സുജീഷ് എന്നിവർ സംസാരിച്ചു. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക BD ബിന്ദു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സോഫിയ നന്ദിയും പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിൽ പറളിയിൽ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. കിസാൻ സഭ സംസ്ഥാന കൗൺസിൽ അംഗം AS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. വനിതാ കർഷക കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി NR അംബിക, മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് K. ശലിജ, കിസാൻ സഭ മേഖലാ സെക്രട്ടറി PC മോഹൻദാസ്, വിനോദിനി, മഹിളാ സംഘം പഞ്ചായത്ത് സെക്രട്ടറി CS ഗീത, CPI LC സെക്രട്ടറി ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലോക പരിസ്ഥിതി ദിനത്തിൽ KSPU കോട്ടായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോട്ടായി സെന്ററിലെ വയോജന പാർക്കും പരിസരവും ശുചീകരിച്ചു. വൃക്ഷത്തൈകളും നട്ടു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേഷ്ണ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേഷ്ണ വൃക്ഷത്തൈകൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. KSSPU യൂണിറ്റ് പ്രസിഡന്റ് മാധവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായ രമേശൻ മാസ്റ്റർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ദേവദാസൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രാധാമോഹനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട കീഴത്തൂർ ALP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേഷ്ണ ഉദ്ഘാടനം ചെയ്തു. കോട്ടായി കൃഷിഭവൻ ഓഫീസർ റാണി R. ഉണ്ണിത്താൻ കുട്ടികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശവും പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. കൃഷി അസിസ്റ്റന്റുമാരായ A. സംഗീത, A. അനിത, കോട്ടായി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ V. അംബിക, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C. വിനുമോൾ, കീഴത്തൂർ സ്കൂൾ പ്രധാനാധ്യാപകൻ സുബൈർ മാസ്റ്റർ, മറ്റ് അധ്യാപകർ, PTA അംഗങ്ങൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മണ്ണൂർ പഞ്ചായത്ത് സ്പെഷ്യൽ ഗ്രാമസഭയും SSLC+2 പരീക്ഷയിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും നടത്തി. പഞ്ചായത്ത് കലോത്സവത്തിൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോളിൽ 1-2 സ്ഥാനക്കാർക്ക് സ്പോർട്സ് കിറ്റും വിതരണവും ചടങ്ങിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിനെ എതിരായിക്കൊണ്ട് നമ്മൾ ഓരോ ആളുകളും ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആവശ്യമാണ്. നമുക്കറിയാം, പ്രകൃതിയിലുണ്ടാകുന്ന വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടാണ് കടുത്ത ചൂട് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ കടുത്ത ചൂട് കഴിഞ്ഞാൽ കടുത്ത മഴയുണ്ടാകുന്നു, വെള്ളപ്പൊക്കമുണ്ടാകുന്നു. പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം, ഇന്ന് ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്
കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല പാലക്കാട് ജില്ലയാണ്. 38, 40, 42 ഡിഗ്രി. വൈസ് പ്രസിഡന്റ് കെ ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SJ നജീബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC വിശ്വം, നൂർജഹാൻ, VM അൻവർ സാദിഖ്, A ഹുസൈൻ ഷഫീഖ്, അമിത, സെക്രട്ടറി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പത്തിരിപ്പാല സ്കൂളിൽ തുടർച്ചയായി 3 തവണ 100% വിജയം കരസ്ഥമാക്കാൻ പ്രയത്നിച്ച പ്രധാനാധ്യാപിക അനിത ടീച്ചറെയും പറയങ്കോട് സ്കൂളിൽ നിന്ന് വിരമിച്ച പ്രധാനാധ്യാപകൻ പ്രസാദ് മാസ്റ്ററെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാറ്റ പാർട്ടിക്ക് പിന്തുണയുമായി പാലക്കാട്ട് മുന്നോട്ട്. നീറ്റ് CBSE ക്രമക്കേടിലൂടെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും നേതാക്കൾ. ഭാരതത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെയും മുതിർന്നവരുടെയും രോഷം പ്രകടിപ്പിക്കാനുള്ള വേദിയായി മാറിയിരിക്കുകയാണ് CJP എന്നും പാലക്കാട് മുന്നോട്ട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അൻവർ ഗീൽ. NCP സെക്യുലർ സംസ്ഥാന നിർവാഹക സമിതി അംഗം മോഹൻ തോമസ് ഉൾപ്പെടെ 38ഓളം ഭാരവാഹികൾ NCPയിൽ നിന്നും രാജിവെച്ചു. സ്വതവേ ദുർബലമായ പാർട്ടിയിലെ ഗ്രൂപ്പിസം പാർട്ടിയെ ഇല്ലാതാക്കുന്ന സ്ഥിതിയാണെന്ന് മോഹൻ തോമസ്. പാർട്ടിയേക്കാൾ വ്യക്തി താൽപര്യമാണ് നടക്കുന്നതെന്നും വ്യക്തി താൽപര്യത്തിനപ്പുറം പാർട്ടി താൽപര്യത്തിൽ പ്രവർത്തിക്കുന്നവരെ ഇല്ലാത്ത കാരണങ്ങളിലുണ്ടാക്കി പാർട്ടി പുറത്താക്കുകയാണെന്നും മോഹൻ തോമസ്. തൃശൂർ മണലൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണ യുവാവിന് ദാരുണാന്ത്യം. മണലൂർ സ്വദേശി 27 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ഇവർ താമസിക്കുന്ന ഓടിട്ട വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരം വീഴുകയായിരുന്നു. സംഭവം ഇന്ന് രാവിലെ. ഓപ്പറേഷൻ തൂഫാൻ. വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തിയ പ്രതി പിടിയിൽ. മങ്കര കാരോട് പറമ്പ് അബ്ദുൾ റഹ്മാന്റെ മകൻ ആസാദാണ് പോലീസ് പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.